വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോയിൽ എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന്. ഡിസംബർ 17-നാണ് Realme X2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഡിസംബർ 20-നാണ് അവരുടെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ Realme X2 ബുക്ക് ചെയ്തിരുന്നു. ആ ഫോൺ കയ്യിൽ കിട്ടാനായിട്ട് 4-5 ദിവസം എടുത്തു. Realme X2യുടെ ഒരു സക്സസറായിട്ടാണ് Realme X2 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Realme X2യുടെയും Realme X2ൻ്റെയും കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. Realme X2 എടുക്കണോ Realme X2 എടുക്കണോ എന്നുള്ള ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അദീബ്. എനിക്ക് 2 ടെക് ചാനലുണ്ട്, മലയാളത്തിലും തമിഴിലുമായിട്ട്. അദീബ് ടെക് മലയാളം എന്നാണ് മലയാളത്തിലെ ടെക് ചാനലിൻ്റെ പേര്. ആ ടെക് ചാനലിലെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴിലെ ടെക് ചാനലിൻ്റെ പേര് അദീബ് ടെക് തമിഴ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മലയാളത്തിലുള്ള എല്ലാ വീഡിയോയും ഞാൻ തമിഴിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഏത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ആ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയാണ്ട് നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് Realme X2 വരുന്ന ബോക്സ്. ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് Realme X2ൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിലെ ഹൈലൈറ്റഡ് ഫീച്ചറൊക്കെ ഈ ബോക്സിൻ്റെ മേലെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ 2 സൈഡിൽ നോക്കുകയാണെങ്കിൽ Realme എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ MRP കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വേരിയൻറ്റും ഏതാണ് കളർ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 8GB 128GB വേരിയൻ്റാണ്. പേൾ ബ്ലൂ കളറാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 19,999 രൂപയാണ്. ഇതാണ് Realme X2ൻ്റെ ടോപ്പ് വേരിയൻറ്റ്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ സീലൊന്ന് കട്ട് ചെയ്തിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വരുന്നത് നോക്കാം. ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ Realme X2 വരുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും വാറൻറ്റി കാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ Realme X2ന് ഒരു ഫോൺ കേസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5W 6A ഒരു ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഒരു USB-C ടൈപ്പ് കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും. ഇത്രയുമാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും സിം കാർഡ് സ്ലോട്ടും വരുന്നത്. ഡ്യുവൽ നാനോ സിം അതിൻ്റെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 256GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്പീക്കർ, USB-C ടൈപ്പ് പോർട്ട്, പ്രൈമറി മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നത്. ഈ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഫോണിലുള്ള പ്രോസസ്സറാണ്. കോൽകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 8nm പ്രോസസ്സിംഗ് ടെക്നോളജിയിലുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഫോണിന് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് Realme കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ച് ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 91.9% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഫുൾ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. ഈ ഫോണിലെ ഡിസ്പ്ലേ LCD പാനലല്ല, ഇതൊരു സൂപ്പർ AMOLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 0.36 സെക്കൻഡ്സിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. 32 മെഗാപിക്സൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു പോർട്രേറ്റ് ലെൻസും പിന്നെ ഒരു മാക്രോ ലെൻസും
ടോട്ടൽ 4 ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൻ്റെ 64 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ 720p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ 960 FPS സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറക്കും ബാക്ക് ക്യാമറക്കും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഷെയ്ക്ക് ഇല്ലാത്ത വീഡിയോസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Realme X2 എടുത്ത ഫോട്ടോ സാമ്പിൾസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ Realme X2ൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതാണ്. എക്സ്റ്റേണലായിട്ട് മൈക്കൊന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഓഡിയോ Realme X2ൽ തന്നെ ഷൂട്ട് ചെയ്ത ഓഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വീഡിയോൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എന്താണെന്ന്. അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Realme XTയിൽ 16 മെഗാ പിക്സലായിരുന്നു, Realme X2ൽ 32 മെഗാ പിക്സൽ. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്നാലും വീഡിയോ കുറച്ച് ലെങ്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. നിങ്ങൾ കാണാം, കിതയ്ക്കുന്നുണ്ട്. രാവിലെ 5:30 നീറ്റ് വന്നാണേ. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. മുഖത്ത് ഇനിയും ഉറക്ക ക്ഷീണമുണ്ട്, മാറിയിട്ടില്ല. ഇത് അവിടെ ഇരിക്കുന്നത് കണ്ടോ? എൻ്റെ ഫ്രണ്ടാണ് അവിടെ ഇരിക്കുന്നത്. കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, കൈയൊക്കെ നല്ല വേദനിക്കണ്. ഇപ്പോൾ ഇത്രയും പോരാ വീഡിയോ, ഇത്രയും മതി. നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോ തന്നെയാണ് കിട്ടുന്നത്. അധികം ഷെയ്ക്കും കാര്യങ്ങളും തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ Realme X2ൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അൾട്രാ സ്റ്റഡി മോഡ് ഞാനിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ വീഡിയോ എത്രത്തോളം സ്റ്റേബിൾ ആവുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ഓടി നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന്, സ്റ്റേബിൾ ഉണ്ടോ, സ്റ്റെബിലൈസേഷൻ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പം ഞാൻ ഓടുകയാണ്. ഇതേ അവിടെ ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഫ്രണ്ടാണ്. എക്സസൈസ് ചെയ്യാൻ വന്നതാ പുള്ളി. പക്ഷേ ഇരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പണിയാ. റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. കഴിഞ്ഞില്ലടാ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞോ? തുടങ്ങിയിട്ടില്ലേ? ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് ഓടാം. അല്ല പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പുള്ളിക്കാരൻ എന്നും 6 മണിക്ക് അലാറം വെക്കും, പക്ഷേ എണീക്കൂല കേട്ടോ. നമ്മളെ ക്യാമറ അവിടെ എവിടെയോ വെച്ചിരുന്നത് അവിടെ. ഇതാണ് നമ്മളെ ക്യാമറ. വെറുതെ തൂക്കിയിട്ടേക്കാണ്, ആരും എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയാം. ഇത് Realme X2ൽ 1080p വീഡിയോസ് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. $4000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്.
30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോണിനുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ 30 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ റിയൽമി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് 0 to 65% നമുക്ക് 30 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ 0 to 100% നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് ടെക്നോളജിയാണ് ഇതിലുള്ളത്. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 182 ഗ്രാം ആണ്. ഹൈറ്റ് 8 mm, ലെങ്ത്ത് 158.7 mm, വിഡ്ത്ത് 75.2 mm ആണ് വരുന്നത്. റിയൽമി X2 ആൻഡ്രോയിഡ് 9 Pie ആണ് വരുന്നത്. കളർ OS 6 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഫോൺ 3 കളറിലാണ് വരുന്നത്: പേൾ ബ്ലൂ, പേൾ വൈറ്റ്, പേൾ ഗ്രീൻ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കാം. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4GB 64GB വേരിയൻറ്റിന് 16,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 18,999 രൂപയും 8GB 128GB വേരിയൻറ്റിന് 19,999 രൂപയുമാണ് വരുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും 15,000-നും 20,000 രൂപക്കും ഇടയിലായിട്ടൊരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തികച്ചും ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമി X2. ഈ പ്രൈസ് റേഞ്ചിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സർ വരുന്ന ഒരു ഫോൺ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. റെഡ്മിയുടെ K30 ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത്. 730G ആയിരിക്കും അതിൻ്റെ പ്രൊസസ്സർ. പക്ഷേ അത് ഇന്ത്യയിലോട്ട് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്താൽ തന്നെ അതിൻ്റെ ഫ്ലാഷ് സെയിൽ, നിങ്ങൾക്കറിയാം റെഡ്മിയുടെ ഫ്ലാഷ് സെയിൽ, ഒരു ഫോൺ അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണോ അതോ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ലോഞ്ച് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ഫ്ലാഷ് സെയിലിൽ ആരൊക്കെ ഫോൺ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപൂർവം ചിലർക്ക് മാത്രമേ ഫോൺ അവർ കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.